സർ, ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ ആർമിയുടെ നിയന്ത്രണത്തിലുള്ള ചില പ്രദേശങ്ങളിലൊക്കെ മസർ എന്നറിയപ്പെടുന്ന ശവകുടീരങ്ങൾ അതിങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വരുന്നു. ഇതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടാവുമോ? അതിൻ്റെ അകത്ത് അജണ്ട ഉണ്ട്. അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മസറുകൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോൾ അജ്മീറിൽ ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തിയുടെ മസറാണത്. പിന്നെ ഈ നെഹ്റു കുടുംബം ഉണ്ടല്ലോ, നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ളവരെ സന്ദർശിച്ചിട്ടുണ്ടല്ലോ ബാബറിൻ്റെ അഫ്ഗാനിലെ കാബൂളിൽ അഫ്ഗാനിസ്ഥാനിൽ, അതും മസറാണ്. അതായത് ഒരു വിശുദ്ധൻ, സൂഫി വര്യൻ സന്യാസി, അങ്ങനെ സെയിൻ്റ്ലി ആയിട്ടുള്ള ആത്മീയ നേതാക്കൾ ഒക്കെ ആയിട്ടുള്ള വിശുദ്ധന്മാരൊക്കെ ആയിട്ടുള്ള ആളുകൾ അവരുടെ ഖബർ ഒക്കെ ഉണ്ടല്ലോ, അവിടെ ആരാധനാലയമായിട്ടൊക്കെ ഇത് മാറുമല്ലോ. അതിനാണ് ഈ മസർ എന്ന് പറയുന്നത്. അവിടെ പോയി ആളുകൾ കുമ്പിടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ നെഹ്റു കുടുംബത്തിലെ അംഗങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കാബൂളിൽ ബാബറിൻ്റെ മസർ മാത്രമല്ല, കുറച്ചപ്പുറത്തേക്ക് പോയാൽ പൃഥ്വിരാജ് ചൗഹാൻ്റെ ഉണ്ട് ശവകുടീരം. അവിടെ പോവില്ല. അതായത് ഇന്ത്യൻ പോരാളികളുടെ സ്ഥലത്തൊന്നും പോകണ്ട, ഇവിടെ എന്തോ തലമുറകളായിട്ട് അവർ പോകുന്നുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ മസർ ഇ ഷെറീഫ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. ഇങ്ങനെ എല്ലാവരും മറ്റേ ഇസ്ലാമിക മതവിശ്വാസികളും ഒക്കെ പോകുന്നത് ബാബറിൻ്റെ മസർ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിന് വിശിഷ്ട വ്യക്തിയുടെ ശവകുടീരം, അതാണ് മസർ എന്ന് പറയുന്നത്. മഷ്ഹദ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് അവിടെ ഈ ആയിരക്കണക്കിന് മസറുകൾ പൊടിച്ച് വരുന്നുണ്ട്. സാധാരണ മസർ എന്ന് പറയുന്നത് കുറച്ച് പുരാതനമായ സംഗതികൾക്കാണ് പറയുന്നത്, പുതിയതിനല്ലല്ലോ. അല്ല, കുറേ പഴയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വഖഫാണെന്ന് അവകാശപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ ഉള്ളത്. അതെ. അപ്പോൾ ഇത് പുതിയത് ഉണ്ടാക്കിയിട്ട് പഴയതാണെന്ന് അവകാശപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രം ആണ് ഇത്. ഈ നമ്മൾ ആഗ്ര, പിന്നെ ഫത്തേപൂർ സിക്രി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ആരുടെയെങ്കിലുമൊക്കെ മസറ് കാണുകയും ഇതിൻ്റെ അകത്ത് ഈ ഒരു പച്ച പുതപ്പ് വിരിച്ചിട്ട് ഇതൊരു ജഡം ഇവിടെ ഉണ്ട് എന്നുള്ള തോന്നിക്കലൊക്കെ ഉണ്ടാവും. ഏതോ ഒരു സാമൂതിരി സലാലയിൽ കിടക്കുന്നുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തും ആ മസറിലും ഇങ്ങനെ ഒരു പച്ചപ്പുതപ്പ് ഒക്കെ പുതച്ചിട്ടുണ്ട്, ഇങ്ങനൊരു ജഡമുണ്ട് എന്നുള്ള തോന്നിക്കില്ല. അങ്ങനെയാണ് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ചിത്രങ്ങളിലൊക്കെ കാണുന്നത്. ഈ പച്ചപ്പുതപ്പ് വിരിച്ച താൽക്കാലിക ഷെഡുകൾ ആണ് ഈ മസർ എന്നുള്ള നിലയിലേക്ക് പൊടിച്ചു വന്നിരിക്കുന്നത് ഉത്തരാഖണ്ഡിൽ. അപ്പോൾ 2023 ഏപ്രിൽ 1000 സ്ഥലങ്ങളിൽ മസറുകൾ കണ്ടു. അത് സൈനിക മേഖലകളിലല്ലായിരുന്നു. ഇപ്പോൾ സൈനിക മേഖലകളിൽ, അതായത് പട്ടാളത്തിന് ഒരുപാട് സ്ഥലം ക്യാമ്പുകൾക്കൊക്കെ വേണ്ടി എടുത്തിട്ടുണ്ടാവുമല്ലോ, അവിടെയാണ് ഇപ്പോൾ അനധികൃത മസറുകൾ വന്നിരിക്കുന്നത്. റാണി ഖേദിൽ ഉദാഹരണത്തിന് ഒരു സൈനിക മേഖലയിൽ 13 എണ്ണം ഇപ്പോൾ പൊടിച്ചു വന്നിട്ടുണ്ട്. ഇത് നിലനിൽക്കുന്നുണ്ട്, ഇപ്പോൾ എടുത്ത് കളഞ്ഞിട്ടില്ല. അപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സ്ഥലങ്ങളാണിത്. അത് ഹൈ സെൻസിറ്റിവിറ്റി ഉള്ള മിലിറ്ററി സോൺസ്, നിർണായക പ്രാധാന്യമുള്ള ഒരു രഹസ്യ സ്വഭാവമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. മിലിറ്ററി സോൺസ്, സൈനിക മേഖലകളിലാണ് വന്നിരിക്കുന്നത്. അത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്നതാണെന്ന് പുഷ്കർ സിംഗ് ധാമി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിഫൻസ് എസ്റ്റേറ്റ് വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളാണിത് എന്ന് പറഞ്ഞാൽ പ്രതിരോധ പട്ടാളത്തിൻ്റെ സ്വത്തുക്കൾ നോക്കി നടത്തുന്ന വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് സംയുക്ത സർവേ നടത്തുമ്പോഴാണ് ഈ മസറുകൾ കണ്ടത്. വനം വകുപ്പ്, കന്റോൺമെൻറ്റ് ബോർഡ്, പോലീസ് ഇവരെല്ലാവരും കൂടി സംയുക്ത സർവേ റാണിഖേദിൽ ഈ നടത്തുമ്പോഴാണ് ആ ആർമി സ്കൂള്, പട്ടാളത്തിൻ്റെ സ്കൂള് ഒക്കെ ഉള്ള സ്ഥലം, പിന്നെ കന്റോൺമെൻറ്റിൻ്റെ വനമേഖല, അവിടെയൊക്കെയാണ് ഇത് പൊടിച്ചു വന്നിരിക്കുന്നത് മസറുകൾ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുള്ളത്, ഇത് ആരാണ് പണിതിരിക്കുന്നത്, ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്?
ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്? ആരാണ് ഇതിൻ്റെ സൂത്രധാരൻ? ഇതിൻ്റെ പിന്നിലെ അജണ്ട എന്ത്? ഒന്നും വ്യക്തമാകുന്നില്ല. വേറെ ഏതെങ്കിലും രാജ്യമാണോ ഇതിൻ്റെ പിന്നിൽ? എന്താണ് ഇതിൻ്റെ മോട്ടീവ്, ലക്ഷ്യം? ആരൊക്കെയാണ് ഇവിടെ വരുന്നത്? ഇനി പ്രാർത്ഥിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതാര്? അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ സൈനിക അഭ്യാസങ്ങൾ നടന്നിരുന്നു, സൈനിക പരിശീലനങ്ങളുമൊക്കെ പട്ടാളക്കാർക്ക് കൊടുത്തിരുന്ന മേഖലയൊക്കെയാണത്. പല സ്ഥലത്തും ഇത് സ്ഥിരമായിരിക്കും എന്നുള്ള മട്ടിൽ കോൺക്രീറ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഈ ടിൻ ഷെഡുകളും മരത്തിൻ്റെതൊന്നും അല്ലാതെ കോൺക്രീറ്റ് ആയിട്ടുള്ളതും കാണുന്നുണ്ട്, പിന്നെ ടിൻ ഷെഡുകളും കാണുന്നുണ്ട്. ഇതിൽ ചില ആർമി മേഖലകൾ പറയാം, ഈ മസറുകൾ ഉയർന്നിരിക്കുന്ന കോദ്വാർ ആർമി മേഖല, പിന്നെ ഡെറാഡൂൺ കൻറ്റോൺമെൻറ്റ് മേഖല ഡെറാഡൂണിലെ, പിന്നെ ഖാൽസിയിലൊരു ശ്മശാനത്തിൽ തന്നെ പുതിയ മസറുകൾ കാണുന്നുണ്ട്. അപ്പോൾ 2 വർഷം മുമ്പ് വനം വകുപ്പ് ഇതൊക്കെ പലതും കണ്ടെത്തിയിട്ട് നശിപ്പിച്ചിരുന്നു. അപ്പം നശിപ്പിച്ചാലും പൊടിച്ചു വന്നിട്ട് ഇത് കൊണ്ടുപോയി ഈ മസർ പുരാതനമാണെന്ന് പറഞ്ഞിട്ട് ഇവർ വഖഫ് ഇതിൽ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യും. അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ ആ സ്ഥലം സ്വന്തമാക്കുകയും ചെയ്യും. ഈ മുനമ്പത്തും ഒക്കെ ചെയ്തില്ലേ, മറ്റേ ഇതില് വഖഫിൽ കൊണ്ടുപോയിട്ട് ഇത് നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യുന്ന പരിപാടി. അപ്പോൾ 2 വർഷം മുമ്പ് വനം വകുപ്പ് കുറേ എണ്ണം നശിപ്പിച്ച ശേഷമാണ് ഈ പുതിയ ശവകുടീരങ്ങൾ പൊടിച്ചു വന്നിരിക്കുന്നത്. റിസർവ് വനത്തിൻ്റെ അകത്തും ഇത് കാണാം. ഉത്തരാഖണ്ഡ് പൊതുവെ ദേവഭൂമി ആയിട്ടാണ് കരുതപ്പെടുന്നത്. മുമ്പും ചില റിപ്പോർട്ടുകളിൽ ഈ ഉത്തരാഖണ്ഡ്, അതായത് ഹിമാലയ സാനുക്കളിലുള്ള മേഖലകൾ ഇങ്ങനെ പിടിച്ചടക്കണം എന്ന് ഈ പാകിസ്ഥാനൊക്കെ അജണ്ടയുള്ളതായിട്ടൊരു റിപ്പോർട്ട് നമ്മൾ ചർച്ച ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ഹിമാലയ സാനുക്കളിൽ ഉത്തരാഖണ്ഡ് പോലെ, അതായത് ഹിമാചൽ പ്രദേശ് ഉദാഹരണം, ഹിമാചൽ പ്രദേശിലെ ഒരു മോസ്കിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ? അനധികൃതമായി നിർമ്മാണം നടക്കുന്നത് ഹിമാചൽ പ്രദേശ് ഹിമാലയ സാനുക്കളിലാണല്ലോ. ചെറിയ സംസ്ഥാനങ്ങളുമാണ്. അപ്പോൾ ചെറിയ സംസ്ഥാനങ്ങളാവുമ്പോൾ അവിടുത്തെ ഡെമോഗ്രഫി പെട്ടെന്ന് മാറ്റാം. എന്ന് പറഞ്ഞാൽ ജനസംഖ്യ, മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഭൂരിപക്ഷമായി മാറാം. ഭൂരിപക്ഷമാക്കി ഇത്തരം ഹിമാലയ സാനുക്കളിലെ സംസ്ഥാനങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാക്കി മാറ്റാം എന്നൊരു കാഴ്ചപ്പാട് ഇതിൻ്റെ പിന്നിൽ ഉള്ളതായിട്ട് ആ സംസ്ഥാനങ്ങളെ പറ്റി ഒരു റിപ്പോർട്ട് ഞാൻ നേരത്തെ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇത് വായിക്കുമ്പോഴും അത് സാധൂകരിക്കുന്നത് പോലെയുള്ള ഒരു ആഗോള ഇസ്ലാമിക അജണ്ടയുടെ ഭാഗമാണത്. ഇന്ത്യയിൽ ഇത്തരം സംസ്ഥാനങ്ങൾ ആദ്യം പിടിച്ചെടുക്കുക. 2047 ഏത് ഇസ്ലാമിക രാഷ്ട്രമാകേണ്ടത് ഇന്ത്യ. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ പിടിച്ചടക്കുക എന്നുള്ളതാണ്. ദേവഭൂമി പിടിച്ചടക്കുക അല്ലേ? ഹിന്ദുക്കളുടെ ദേവഭൂമി. അവിടെയല്ലേ ഹിമാലയം, ഈ ഋഷികേശ് ഇതുപോലുള്ള ഇല്ലേ, ബദ്രീനാഥ്, ഇങ്ങനെയുള്ളത് പുണ്യസ്ഥലങ്ങൾ എന്ന് നമ്മൾ കരുതപ്പെടുന്ന ഹിന്ദുക്കൾ പോകുന്ന പുണ്യസ്ഥലങ്ങൾ അത് പിടിച്ചടക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുഷ്കർ സിംഗ് ധാമി പറഞ്ഞിരിക്കുന്നത് ഇത് ലാൻഡ് ജിഹാദ്, ഭൂമി ജിഹാദ് ആണ് ഈ നടക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം സഹസ്പൂരിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം പ്രസ്താവിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉത്തരാഖണ്ഡിൻ്റെ സാംസ്കാരിക സ്വത്വം, ഹിന്ദു സ്വത്വം സംരക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ എടുത്ത് കളയുന്ന ഒരു നടപടിയിലേക്ക് അത് പോകുന്നർത്ഥം. 2023 ഏപ്രിലിൽ 1000 സ്ഥലത്ത് മസറുകൾ പൊടിച്ചു വന്നിരുന്നു. അത് സൈനിക ഭൂമി അല്ലാത്ത സ്ഥലങ്ങളിൽ, പൊതുസ്ഥലങ്ങളിൽ. പക്ഷെ അത് സർക്കാരിൻ്റെ ഭൂമി തന്നെയായിരുന്നു. മറ്റേത് ഡിസ്പ്യൂട്ട് വരുമല്ലോ സ്വകാര്യ സ്ഥലങ്ങൾ കയറുമ്പോൾ. മസറുകൾക്കടിയിൽ ഇപ്പോൾ മസറുകൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരാളെ സംസ്കരിച്ചിട്ടുണ്ടാവണമല്ലോ, അവിടെയല്ലേ മസറുകൾ ഉയരേണ്ടത് ന്യായമായിട്ട്. ഈ മസറുകൾ നോക്കുമ്പോൾ, കുഴിച്ചു നോക്കുമ്പോൾ അടിയിൽ
മനുഷ്യാവശിഷ്ടമൊന്നുമില്ല, ഒരെല്ലെങ്കിലും കാണണ്ടേ. സാർ അതിനൊരു പ്രശ്നമുണ്ട്. ഈ യഥാർത്ഥത്തിൽ സംസ്കരിച്ച സ്ഥലത്തുണ്ടാക്കുന്നതിനെ ഖബറെന്നും പിന്നീട് ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് മറ്റൊരിടത്തുണ്ടാക്കിയിട്ട് മസറെന്നും ഒക്കെ പേരിട്ട് വിളിക്കുന്ന ഒരു അജണ്ട ഇതിൻ്റെ പിന്നിൽ അതൊക്കെ ഉണ്ടാകാം, അങ്ങനെയൊക്കെ ഉണ്ടാകാം. കാരണം ഒരു വിശിഷ്ട വ്യക്തിയുടെ പേരിൽ എവിടെയും മസറുകൾ ഉണ്ടാക്കാം. അതായിരിക്കും ഈ തന്ത്രം അല്ലേ? അങ്ങനെയായിരിക്കും. എന്തായാലും ഇത് ഡെമോഗ്രഫി മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് പൊളിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ ക്രാക്ക് ഡൗണിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഈ പുഷ്കർ സിംഗ് ധാമി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ ഇത് പറഞ്ഞത്. പിന്നീട് പ്രശ്നം ഉണ്ടാകരുതല്ലോ. അപ്പോൾ 2023 ഡിസംബറിൽ വനം വകുപ്പ് 15 എണ്ണം ഡെറാഡൂൺ ഡിവിഷനിൽ കണ്ടെത്തി നശിപ്പിച്ചിരുന്നു. ഡെറാഡൂൺ ഫോറസ്റ്റ് ഡിവിഷനിൽ ഈ 293 എണ്ണം സംരക്ഷിത വനങ്ങളിൽ വനഭൂമിയിലാണ് കണ്ടെത്തിയത് ആ കാലത്ത്. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഈ പരിപാടി. ഇങ്ങനൊരു സംഭവം ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. ഇത് ഇന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാകാതിരിക്കാൻ വലിയ ജാഗ്രത ആവശ്യമാണ്. അതാണ് ഇതിൻ്റെ സന്ദേശം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.